മൊഡ്യൂൾ 5 റിസർവോയർ സെഡിമെന്റേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സെഡിമെന്റേഷൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിരുന്നു. നമുക്കറിയാം ഒരു റിവർ ഒഴുകി വരുമ്പോൾ ഒരുപാട് സെഡിമെന്റ്സ് ക്യാരി ചെയ്തുകൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. എന്താണ് റിസർവോയർ സെഡിമെന്റേഷൻ, ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്ത്, ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ടു കൺട്രോൾ റിസർവോയർ സെഡിമെന്റേഷൻ. അപ്പോൾ എന്താണ് റിസർവോയർ സെഡിമെന്റേഷൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവർ പലതരത്തിലുള്ള സെഡിമെന്റ്സ് ക്യാരി ചെയ്തുകൊണ്ടാണ് ഈ റിവർ ബെഡിലൂടെ ഒഴുകി വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന സെഡിമെന്റ്സ് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ റിവർ ബാങ്ക്സ്, അതേപോലെ റിവർ ഡെൽറ്റാസ്, അലൂവിയൽ ഫാൻസ്, പിന്നെ ബ്രെയ്ഡഡ് റിവേഴ്സ്, അതുപോലെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ഓക്സ്ബോ ലേക്സ്, ലിവീസ്, ഇതൊക്കെ ഫോം ചെയ്യുന്നത് ഈ സെഡിമെന്റേഷൻ കാരണമാണ്. അപ്പോൾ ഒരു റിസർവെയർ പണിയുന്നതോടൊപ്പം ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ റിസർവെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സെഡിമെന്റ് ഫ്ലോ ഉണ്ടല്ലോ, ഡൗൺ സ്ട്രീമിലോട്ട് ഫ്ലോ ചെയ്ത് വരുന്ന ആ സെഡിമെന്റ് ഫ്ലോയെ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റിസർവെയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാണ് അല്ലെ. അത് കാരണം ഈ സെഡിമെന്റിന്റെ ബിൽഡപ്പ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാവുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും ഈ റിസർവെയർ പണിയുന്ന കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒഴുകി വരുന്ന ആ സിൽട്ട് എല്ലാം കൂടെ ഒരു ഇടത്തായിട്ട് ഡിപ്പോസിറ്റ് ആവുന്നത്. പിന്നെ പലതരത്തിലുള്ള റിവറിന്, പല ഒഴുക്കുള്ള റിവറിന്, അല്ലെങ്കിൽ ഈ റിസർവെയറിന്റെ പല ടൈപ്പ് റിസർവെയർസിനൊക്കെ ആ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ വ്യത്യസ്തമായിരിക്കും. ഇറ്റ് വേരീസ്. ഓക്കെ, പിന്നെ വീണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ട്. ഈ സെഡിമെന്റേഷൻ ഒരുപാട് ഉണ്ടാവുന്ന കാരണം അത് റിസർവെയറിന്റെ കപ്പാസിറ്റിയെ ബാധിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. കാരണം സെഡിമെന്റ്സ് ഒരുപാട് അടിഞ്ഞുകൂടുന്ന കാരണം എത്ര വെള്ളം നിർത്തേണ്ട ഒരു റിസർവെയർ ആണോ അതിൽ നിന്ന് ആ ഒരു കപ്പാസിറ്റി കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഈ സെഡിമെന്റേഷൻ നടക്കുന്നത് കാരണം. അപ്പം ആ വാട്ടർ ഇരിക്കേണ്ട അത്രയും സ്പേസ് ഈ സെഡിമെന്റ്സ് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ അത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എ റിസർവെയർ അല്ലേ. അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് സെഡിമെന്റ്സ് അടിഞ്ഞുകൂടി കിടക്കുന്നതായിട്ട് കാണാം. അപ്പൊ അത് ശരിക്കും ഒരു റിസർവെയറിന്റെ അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റിക്ക് ഒരു ത്രെറ്റ് തന്നെയാണ്. ഇനി ഈ സിൽറ്റ് ലോഡ് ഇൻ ദ സ്ട്രീം ഡിപ്പെൻഡ്സ് അപ്പോൺ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഈ സിൽറ്റ് ലോഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, നേച്ചർ ഓഫ് സോയിൽ ഓഫ് ദി കാച്ച്മെന്റ് ഏരിയ. അപ്പൊ കാച്ച്മെന്റ് ഏരിയയിലെ സോയിൽ അനുസരിച്ച് അല്ലെങ്കിൽ സോയിൽ ടൈപ്പ് അനുസരിച്ച് സിൽറ്റിങ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ കൂടുകയും കുറയുകയും ചെയ്യും. ഇപ്പോൾ കാച്ച്മെന്റ് ഏരിയയിൽ കണ്ടുവരുന്ന സോയിൽ ഭയങ്കര ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള സോയിൽ ആണെന്നുണ്ടെങ്കിൽ ആ സെഡിമെന്റ് വളരെ പെട്ടെന്ന് തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുവരികയും അതോടൊപ്പം ഈ ലൂസ്ലി കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ സെഡിമെന്റ് ക്യാരി ചെയ്യുന്നത് കുറച്ചും കൂടെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ ടോപ്പോഗ്രാഫി ഓഫ് ദി കാച്ച്മെന്റ് ഏരിയ. അപ്പോൾ ഇപ്പൊ കാച്ച്മെന്റ് ഏരിയ കുറച്ച് സ്ലോപ്പി ആയിട്ടുള്ളതാണെങ്കിൽ നല്ല രീതിയിൽ സെഡിമെന്റ്സ് ക്യാരി ചെയ്തുകൊണ്ട് വരും. ഇൻ കേസ് ഇച്ചിരി ഒരു ഫ്ലാറ്റി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറവായിരിക്കും. പക്ഷെ അതിന് വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടാവാം. പിന്നെ വെജിറ്റേഷൻ കവർ. അപ്പം നമുക്കറിയാം ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് സോയിൽ ഇറോഷൻ ഭയങ്കരമായിട്ട് തടഞ്ഞു നിർത്തും അല്ലെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ വെജിറ്റേഷൻ കവർ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സെഡിമെന്റേഷൻ അല്ലെങ്കിൽ സിൽറ്റിങ് കുറവായിരിക്കും. ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. ഒത്തിരി റെയിൻഫോൾ കിട്ടുന്ന സമയത്ത് ഇന്റൻസിറ്റി കൂടുതലുള്ള ടൈമിൽ ഇത്തിരി കലക്കൽ വെള്ളമായിരിക്കും അല്ലെ. അപ്പൊ അത് കലക്കൽ വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ സെഡിമെന്റിന്റെ എമൗണ്ട് കൂടുതലാണ്. അത്രയും മിക്സ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഉള്ള ടൈമിൽ സിൽറ്റിങ് കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിസർവോയർ സെഡിമെന്റേഷൻ നമുക്ക് എത്ര കൂടുതലാണോ കുറവാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ റിവർ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന സെഡിമെന്റ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ് ലോഡ് എന്നും പറയും, സസ്പെൻഡഡ് ലോഡ് എന്നും പറയും. ഓക്കെ, അപ്പൊ ആ ടേമിന് തന്നെ നിങ്ങൾക്ക് എന്തോ കാര്യമെന്ന് പിടികിട്ടിട്ടുണ്ടാവും. ബെഡ് ലോഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റിവർ ട്രെയിനിങ് വർക്ക്സിൽ നമ്മൾ പറഞ്ഞ ഒരു ടേം ആണ് ബെഡ് ലോഡ്. അപ്പോൾ കുറെ സിൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെഡിമെന്റഡ് ആയിട്ടുള്ള സോയിൽ റിവർ ബെഡിൽ അടിഞ്ഞുകൂടുന്നതിനെയാണ് ഈ ബെഡ് ലോഡ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ റിവർ ഒഴുകുന്നതനുസരിച്ച് ആ റിവർ സിൽറ്റിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുന്നതിനാണ് ഈ ബെഡ് ലോഡ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ഓൺ ദി റിവർ ബെഡ്. ഇനി സസ്പെൻഡഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഈ ഒഴുകി വരുന്ന റിവറിനകത്ത് ഒരുപാട് സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാണും സോയിലിന്റെ. അപ്പൊ അത് കംപ്ലീറ്റ്ലി സെറ്റിൽ ആയിട്ടില്ല. നമ്മൾ കലങ്ങി കിടക്കുന്ന വെള്ളത്തിനകത്ത് ഒരുപാട് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. ഒത്തിരി വലിയ ഫോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതെല്ലാം റിവർ ബെഡിൽ സെറ്റിൽ ആവും. ബാക്കി ആ വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സസ്പെൻഡഡ് ലോഡ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഒരു ഫിഗർ കാണിക്കാം. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെ ഈ സെഡിമെന്റേഷൻ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഈ സ്ട്രീം പതുക്കെ എന്താണ് അല്ലെങ്കിൽ ഫ്ലോ ചെയ്തുകൊണ്ട് വരികയാണ് അല്ലെ. ഇവിടെ നിങ്ങൾക്കൊരു ഡാം സ്ട്രക്ചർ പണിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ അതിന്റെ ഫ്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിലേക്കൂടെ വരുവാണ്. അപ്പൊ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ട്രീം പതുക്കെ ഈ റിസർവയറിന്റെ അടുത്തെത്തുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? അടുത്തെത്താറാവുമ്പോഴത്തേന് തന്നെ അതിന്റെ വെലോസിറ്റി നല്ല ഒഴുക്കിൽ കടന്നു വരുമായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ബാരിയർ ഉണ്ട്. അതുകൊണ്ട് എന്ത് പറ്റും? വെലോസിറ്റി നല്ല കുറഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലെ. അപ്പം ഈ ഒരു റിഡക്ഷൻ ഇൻ വെലോസിറ്റി കാരണം കോഴ്സർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഈ ഒരു പാർട്ടിൽ വന്ന് സസ്പെൻഡ് ആവും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഇപ്പൊ നമ്മൾ ഡെഡ് ലോഡ് പഠിച്ചതാണ്. അപ്പോൾ കോഴ്സ് പാർട്ടിക്കിൾസ് ഇവിടെ വന്ന് സെറ്റിൽ ആവും. അതേസമയം ഫൈനർ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിക്കും? അത് സസ്പെൻഡഡ് ആയിട്ട് ഇവിടെയുള്ള വെള്ളത്തിനകത്ത് കലങ്ങി നിൽക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ പതുക്കെ ഗ്രാജുവലി ആണ് ആ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനകത്ത് നല്ല കട്ടിയുള്ള പാർട്ടിക്കിൾസ് എല്ലാം പതുക്കെ ഫൈൻ സെഡിമെന്റ് ഡിപ്പോസിറ്റ് ആയിട്ട് സെറ്റിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ വരുന്ന വെലോസിറ്റി കുറഞ്ഞായിരിക്കും വരുന്നത്, കാരണം ഇവിടെ ഒരു ബാരിയർ ഉണ്ട്. അത് പെട്ടെന്ന് ഇതിനകത്തോട്ട് ഈ സ്ട്രക്ചറിനകത്തോട്ട് തട്ടി വീണ്ടും സർക്കിൾ ചെയ്ത് ഇവിടെ കിടന്ന് കറങ്ങും. ആ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് പഠിച്ചത്. കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇവിടെ വന്ന് സെറ്റിലായി കിടക്കും. ഓക്കെ, ഈ സെറ്റിൽ ആയി കിടക്കുന്ന പാർട്ടിക്കിൾസിനെ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൂയിസസ് പഠിച്ചത്. അപ്പൊ ഈ സ്ലൂയിസസ് ഓപ്പൺ ചെയ്യുന്നത് വഴി ഇതിലേക്കൂടെ സെറ്റിലായി കിടക്കുന്ന പാർട്ടിക്കിൾസ് എല്ലാം വെളിയിലേക്ക് ഒഴുകുന്നു. ഒരിക്കലും മൊത്തത്തിലുള്ള സെഡിമെന്റ്സ് നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഒരു ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ സ്ലൂയിസസ് വഴി. ഇപ്പൊ നമ്മൾ ഒരു ചാക്ക് അരി എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ അതിന്റെ ആ സറൗണ്ടിങ്സിലുള്ള കുഴിയുടെ ഭാഗത്തൊക്കെയുള്ള അരിയെല്ലാം അതിനകത്തൂടെ വെളി വരും. മൊത്തത്തിലുള്ള അരി, ആ ചാക്കിലുള്ള മൊത്തം അരി ഒരിക്കലും ആ കുഴി കൂടെ വെളിയിലോട്ട് വരത്തില്ല അല്ലെ. അതുപോലെ ഈ സ്ലൂയിസ് തുറക്കുന്നു എന്നും പറഞ്ഞ് ഇവിടെയുള്ള എല്ലാ സെഡിമെന്റ്സും ഡിസ്റ്റർബ് ആവുന്നില്ല. അതെല്ലാം അവിടെ സെറ്റിലായി കിടക്കുന്നതാ. ഈ പാത്തിന്റെ അടുത്തൊക്കെയുള്ള ഒരു കുറച്ച് എമൗണ്ട് ഓഫ് ഡിപ്പോസിറ്റ് മാത്രമേ, സെഡിമെന്റ്സ് മാത്രമേ സ്ലൂയിസിലൂടെ വെളിയിലോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി ഈ സെഡിമെന്റ് ലോഡിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കാം. യൂഷ്വലി ചെയ്തു വരുന്നത് സിൽറ്റ് എത്ര ക്യാരി ചെയ്തുകൊണ്ട് വരുന്നു എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഡെപ്തില് വാട്ടറിന്റെ സാമ്പിൾസ് എടുക്കാറാണ് പതിവ്. ഓക്കെ, അപ്പൊ ആ റിസർവയറിന്റെ അടുത്തായിട്ട് എവിടെന്നെങ്കിലും പല ഡെപ്തിൽ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ എടുക്കുന്ന സാമ്പിൾസ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ആ സെഡിമെന്റ് മാത്രമായിട്ട് റിമൂവ് ചെയ്ത് അതിനെ ഡ്രൈ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഈ സെഡിമെന്റ് ലോഡ് എത്ര ഡ്രൈ ചെയ്ത സെഡിമെന്റ് ലോഡ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. ppmലാണ് മെഷർ ചെയ്യുന്നത്. അതായത് പാർട്സ് പെർ ഇത്ര പാർട്ട് ഓഫ് വാട്ടറിൽ എത്ര എമൗണ്ട് ഓഫ് സെഡിമെന്റ് ഉണ്ട് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പാർട്സ് പെർ മില്യൺ. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ലോഡ് ഉണ്ടെന്ന് പറഞ്ഞു, ബെഡ് ലോഡും സെഡിമെന്റ് ലോഡും. സെഡിമെന്റ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ സാമ്പിൾസ് കളക്ട് ചെയ്യാം. പക്ഷേ ബെഡ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഉള്ള ഡിവൈസസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ സെഡിമെന്റ് ലോഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 15%, about 15% ഓഫ് ദി സസ്പെൻഡഡ് ലോഡ് ആയിരിക്കും നമ്മുടെ ബെഡ് ലോഡ് എന്നുള്ളത് ആ ഒരു കാൽക്കുലേഷനിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് ടൈപ്പ് ഓഫ് ലോഡ്സും, സെഡിമെന്റ് ലോഡും ബെഡ് ലോഡും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ടേമും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ട്രാപ്പ് എഫിഷ്യൻസി. അപ്പൊ നമ്മൾ റിസർവയർ സെഡിമെന്റേഷൻ എന്താന്ന് പഠിച്ചു. അപ്പൊ ഈ റിസർവയർ സെഡിമെന്റേഷൻ ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ട്രാപ്പ് എഫിഷ്യൻസി. അപ്പൊ ഈ ട്രാപ്പ് എഫിഷ്യൻസി ആണ് ഡിസൈഡ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ് നമ്മുടെ റിസർവയറിൽ ഡിപ്പോസിറ്റ് ആയി എന്നുള്ളത്. ഓക്കെ, ഇനി ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. ഓക്കെ, അതായത് എത്ര സെഡിമെന്റ്സ് റിസർവയറിൽ റീറ്റെയിൻ ആയി ഡിവൈഡഡ് ബൈ സെഡിമെന്റ് ഇൻഫ്ലോ ടു ദി റിസർവയർ. എത്ര ഇൻഫ്ലോ റിസർവയറിലേക്ക് സെഡിമെന്റ്സ് ഇൻഫ്ലോ ആയിട്ട് വരുന്നുണ്ട്, അതായത് ഈ ഒഴുക്കിനനുസരിച്ച് വരുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഒരു റേഷ്യോ ആണ് ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, റേഷ്യോ ഓഫ് സെഡിമെന്റ്സ് റീറ്റെയിൻഡ് ഇൻ ദി റിസർവയർ ടു ദി സെഡിമെന്റ് ഇൻഫ്ലോ ടു ദി റിസർവയർ. എത്ര റീറ്റെയിൻ ആയി ബൈ എത്ര ഇൻഫ്ലോ സെഡിമെന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു തരത്തിലും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈറ്റ ഇസ് ഈക്വൽ ടു, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് റേഷ്യോ ഓഫ് ദി റിസർവയർ കപ്പാസിറ്റി ടു ദി ടോട്ടൽ ഇൻഫ്ലോ. അപ്പൊ റിസർവയറിന്റെ കപ്പാസിറ്റി എത്ര ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻഫ്ലോയുടെ ഒരു ഫംഗ്ഷൻ ആണ് ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത്.
മാത്രമല്ല ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പലതരത്തിലുള്ള സെഡിമെന്റ് പാർട്ടിക്കിൾസ് റിവർ ഫ്ലോ ചെയ്ത് കൊണ്ടുവരും അല്ലെ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് വേരിയസ് സെഡിമെന്റ്സിന്റെ പാർട്ടിക്കിൾസ് അനുസരിച്ച് ഇത് ട്രാപ്പ് എഫിഷ്യൻസി മാറാം. അതല്ലെങ്കിൽ പിന്നെ റിസർവെയറിന്റെ സൈസ്, ഡെപ്ത്, ഷേപ്പ് ഇതിനനുസരിച്ചൊക്കെ ട്രാപ്പ് എഫിഷ്യൻസിക്ക് മാറ്റം ഉണ്ടാവും. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് വാട്ടറിന്റെ വിസ്കോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ വിസ്കോസിറ്റി എന്ത് കാരണം കൊണ്ടാണ് വേരി ചെയ്യുന്നത്? ആ വാട്ടറിനകത്തുള്ള കെമിക്കൽ കമ്പോസിഷൻ, പിന്നെ കമ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ്, ഇതിനൊക്കെ അനുസരിച്ച് വാട്ടറിന്റെ വിസ്കോസിറ്റി ചേഞ്ച് ചെയ്യാം. അപ്പം അത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചും ട്രാപ്പ് എഫിഷ്യൻസിക്ക് ചേഞ്ചസ് ഉണ്ടാവാം. ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സിമ്പിൾ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അപ്പം കപ്പാസിറ്റി ഇൻഫ്ലോ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് എങ്ങനെ സെഡിമെന്റ് ട്രാപ്ഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഈ സെഡിമെന്റ് ഡിപ്പോസിറ്റ് കാരണം നമ്മുടെ റിസർവെയറിന്റെ കപ്പാസിറ്റി കുറയുന്നതനുസരിച്ച് ഈ ട്രാപ്പ് എഫിഷ്യൻസിയും ഡിക്രീസ് ആവുന്നു. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ സ്ട്രീം ഒരു വലിയ സ്ട്രീമും റിസർവെയർ ചെറുതുമാണെന്നിരിക്കട്ടെ. അപ്പം അതിന്റെ ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, സ്മോൾ ട്രാപ്പ് എഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ, കാരണം ഇതിനകത്ത് ഈ റിവർ ഒഴുകുമ്പോൾ അതിന്റെ ഫൈനൽ സെഡിമെന്റ്സ് എല്ലാം വളരെ പെട്ടെന്ന് ഒഴുകി പോവുകയും അത് അത്രയും സെറ്റിൽ ആവാനുള്ള ടൈം കൊടുക്കുന്നില്ല. അത് പെട്ടെന്ന് തന്നെ അത് ഡൗൺ സ്ട്രീമിലോട്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, കാരണം എന്താ, നമ്മൾ ഒരുപാട് നേരം ആ സ്മോൾ റിസർവെയറിൽ വാട്ടർ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്നില്ല. പക്ഷെ ഇൻ ദി കേസ് ഓഫ് എ ലാർജ് റിസർവെയർ, ഒരു സ്മോൾ സ്ട്രീമിന് അക്രോസ് പണിഞ്ഞ ഒരു ലാർജ് റിസർവെയർ ആണെന്നിരിക്കട്ടെ, അതിന് വളരെ വലിയ ട്രാപ്പ് എഫിഷ്യൻസി ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള റിസർവെയർസ് വാട്ടർ റീറ്റെയിൻ ചെയ്യും, ഒരുപാട് വർഷത്തേക്കിന് വാട്ടർ റീറ്റെയിൻ ചെയ്യും. ആൻഡ് ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കും, പതുക്കെ സെഡിമെന്റ്സ് എല്ലാം ഡിപ്പോസിറ്റ് ആവുന്നത് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ലാസ്റ്റ് നമ്മൾ ഒരു സ്ലൈഡും കൂടെ നോക്കുന്നുണ്ട്, റിസർവെയർ സെഡിമെന്റ് കൺട്രോളിനെ പറ്റി നോക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് റിസർവെയർ സെഡിമെന്റേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഓരോ ടേംസും ജസ്റ്റ് തിയറി പോർഷനേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ പെട്ടെന്ന്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ സെലക്ഷൻ ഓഫ് റിസർവെയർ സൈറ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു, ഈ സിൽറ്റ് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര സിൽറ്റ് ആണോ ഈ റിവർ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത്, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കാച്ച്മെന്റ് ഏരിയ. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ആ ഫാക്ടേഴ്സിനനുസരിച്ച് വേണം നമ്മൾ റിസർവെയറിന്റെ സൈറ്റ് ചൂസ് ചെയ്യാൻ. ഭയങ്കര ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാച്ച്മെന്റ് ഏരിയ ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ ഒരുപാട് സിൽറ്റിംഗ് കൂടുതലായിരിക്കും, സെഡിമെന്റ് ഡിപ്പോസിറ്റ് കൂടുതലായിരിക്കും. അതും കൂടാതെ നമ്മുടെ റിസർവെയറിന്റെ ടോപ്പോഗ്രാഫി അതും ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പോഗ്രാഫി നോക്കണം, വെജിറ്റേഷൻ കവർ ഉണ്ടോ എന്ന് നോക്കണം. അതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ റിസർവെയറിന്റെ സൈറ്റ് ചൂസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് സെഡിമെന്റ് ഇൻഫ്ലോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ സെഡിമെന്റേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെഷറും കൂടിയാണ്. ഇത് ഇൻഫ്ലോ കുറയ്ക്കാൻ വേണ്ടി, സെഡിമെന്റ് ഇൻഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെക്ക് ഡാംസ് പണിയാറുണ്ട്. അത് വൺ ഓഫ് ദി സ്റ്റെപ്പ് ആണ്. ഓക്കെ, സെഡിമെന്റ് ഇൻഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇടയ്ക്ക് ചെക്ക് ഡാംസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒത്തിരി അങ്ങ് കടന്നു വരുന്ന സെഡിമെന്റ്സ് ഒരു പരിധി വരെ ആ ചെക്ക് ഡാംസിൽ തന്നെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. പിന്നെ രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വെജിറ്റേറ്റീവ് കവർ തന്നെയാണ്. നല്ല രീതിയിൽ മരങ്ങൾ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സോയില് പിടിച്ചു നിർത്താനും സോയിൽ ഇറോഷൻ കുറയ്ക്കാനും സാധിക്കുന്നു. അപ്പൊ അത് കാരണം സെഡിമെന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് പോയിന്റ്, പ്രോപ്പർ ഡിസൈനിങ് ആൻഡ് റിസർവെയർ പ്ലാനിങ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു, ചെറിയ റിസർവെയർ, ഒരു ബിഗ് റിവറിന് അക്രോസ് പണിയുന്ന ചെറിയ റിസർവെയർ ആണെന്നുണ്ടെങ്കിൽ ട്രാപ്പ് എഫിഷ്യൻസി കുറവായിരിക്കും. അതോടൊപ്പം തിരിച്ചാണെന്നുണ്ടെങ്കിൽ ട്രാപ്പ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. അപ്പൊ ആ പ്രോപ്പർ ഡിസൈനിങ്ങും പ്ലാനിങ്ങും കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പാസിറ്റിയുടെ കാര്യം പഠിച്ചു, ഈൽഡിന്റെ കാര്യമൊക്കെ പഠിച്ചു. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെഡിമെന്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പൊ ഫ്ലഡ് ഒക്കെ ഉള്ള ടൈമിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെഡിമെന്റ്സ് ക്യാരി ചെയ്യുന്നത് ഒത്തിരി കൂടുതലായിരിക്കും. ആക്ച്വലി അതിന്റെ മാക്സിമം സെഡിമെന്റ്സ് ക്യാരി ചെയ്യുന്നത് ഈ ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്താണ്, ഒത്തിരി റെയിൻ കിട്ടുന്ന ടൈമിൽ, ഇന്റൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള സഫിഷ്യന്റ് ഔട്ട്ലെറ്റ്സ് ഡാമിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പല എലിവേഷനിൽ നമ്മൾ ഔട്ട്ലെറ്റ്സ് കൊടുത്താൽ ഈ ഫ്ലഡ് വരുന്നതനുസരിച്ച് നമുക്ക് ഡൗൺ സ്ട്രീമിലോട്ട് ഡിസ്ചാർജ് ചെയ്ത്
കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഒത്തിരി അങ്ങ് സിൽറ്റിങ്ങിന് നമ്മൾ അവിടെ പെർമിറ്റ് ചെയ്യുന്നില്ല. കാരണം വെള്ളം ഒത്തിരി നേരം പിടിച്ചു വെക്കുന്നില്ല. ആ വരുന്ന ആ കലക്കൽ വെള്ളം തന്നെ നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിടുന്നു. സോ അങ്ങനെയൊക്കെ പല ഡെപ്തിൽ പല ഡിസ്റ്റൻസിൽ നമ്മൾ പല ഹൈറ്റിൽ ഈ എക്സിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ നമുക്ക് സിൽറ്റിങ് തടയാൻ പറ്റും. അപ്പൊ ഡിസൈനിങ് നല്ല രീതിയിൽ ഉണ്ടാവണം. ഓക്കെ. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് സെഡിമെന്റ് ഡിപ്പോസിറ്റ്. സെഡിമെന്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള മറ്റൊരു ഒരു മെത്തേഡാണ് നമ്മൾ സ്ലൂയിസസിന്റെ കാര്യം പറഞ്ഞു അല്ലെ, സ്കോറിംഗ് സ്ലൂയിസസ് പണിയാന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള സ്ലൂയിസ് കൊടുത്താലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സെഡിമെന്റ് ഡിപ്പോസിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡിന്റെ ഒക്കെ ടൈമിൽ, ഭയങ്കര മഴയൊക്കെ ഉള്ള ടൈമിൽ സെഡിമെന്റ് ഇൻഫ്ലോ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്ലൂയിസസ് ഒക്കെ ഓപ്പൺ ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന വെള്ളം അങ്ങനെ തന്നെ നമുക്ക് ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിടാനായിട്ട് സാധിക്കും. അപ്പൊ ഒത്തിരി നേരം അവിടെ നിന്നത് സെഡിമെന്റ് സെറ്റിലായി പോകത്തില്ല. പിന്നെ ഫിഫ്ത്ത് പോയിന്റ്, റിമൂവൽ ഓഫ് സെഡിമെന്റ് ഡിപ്പോസിറ്റ്. അണ്ടർ സ്ലൂയിസസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ സെഡിമെന്റ്സ് സ്കോർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അണ്ടർ സ്ലൂയിസസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുവഴി ഇത്രയും ഡിപ്പോസിറ്റ്സ് വെളിയിലേക്ക് പാസ് ചെയ്യും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്ലൂയിസസ് ഓപ്പൺ ചെയ്യുന്നത് കാരണം ഒരിക്കലും ബൾക്കായിട്ട് അത്രയും സിൽറ്റ് റിമൂവ് ആയി പോകത്തില്ല. ഒരു ചെറിയ എമൗണ്ട് ഓഫ് എന്താ സിൽറ്റ് ആ പരിസരത്തുള്ള ആ ഡോറിന്റെ അടുത്തൊക്കെയുള്ള കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം ബാക്കിയുള്ള സിൽറ്റ് എന്ത് ചെയ്യും? അവിടെ തന്നെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ ഇനി ഈ ഡിപ്പോസിറ്റ് ആയി അല്ലെങ്കിൽ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഈ സിൽറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ മെത്തേഡ്സിലൂടെ നമുക്ക് കഴിയുള്ളൂ. കാരണം അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്കവേഷനും അതേപോലെ ഡ്രഡ്ജിങ് പ്രോസസ്സും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെക്കാനിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് ആ പരിസരത്തുള്ള ബാക്കി നിൽക്കുന്ന സിൽറ്റ് എല്ലാം ലൂസ് ചെയ്ത് എന്താ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ അത് ലൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ സ്ലൂയിസസിലൂടെ അത് പതുക്കെ പുഷ് ചെയ്ത് വെളിയിലേക്ക് പാസ് ചെയ്ത് പോകും. അപ്പൊ പിന്നെ അത്രയും ആ ഇളകി വന്നത് അത്രയും ഈസിലി ഡൗൺ സ്ട്രീമിലോട്ട് ഡിസ്ചാർജ് ആയി സ്ലൂയിസസ് വഴി കടന്നു പോകും. സെഡിമെന്റ് ഡിപ്പോസിറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഫ്ലഡ് വാട്ടർ ഒലിച്ചു വരുമ്പോൾ ഒരുപാട് നേരം റിസർവെയറിൽ തങ്ങാൻ സമ്മതിക്കാതെ എല്ലാ ഡോർസും ഓപ്പൺ ചെയ്ത് ഈ സ്ലൂയിസസും അതേപോലെ നമ്മൾ പർട്ടിക്കുലർ ഹൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന ഓപ്പണിങ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും കലങ്ങി വരുന്ന വെള്ളം നമുക്ക് സിൽറ്റ് അവിടെ ഡിപ്പോസിറ്റ് ആവാതെ നേരെ തന്നെ ഡൗൺ സ്ട്രീമിലോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അപ്പൊ അത് കാരണം ഒത്തിരി സെഡിമെന്റ് അവിടെ ഡിപ്പോസിറ്റ് ആവത്തില്ല. അപ്പൊ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഈ രണ്ട് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ കൂടുതലും സെഡിമെന്റ് ഡിപ്പോസിറ്റ് റിമൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഇറോഷൻ കൺട്രോൾ ഇൻ ദി കാച്ച്മെന്റ് ഏരിയ. അപ്പൊ കാച്ച്മെന്റ് ഏരിയ ഒത്തിരി എന്താ സ്ലോപ്പി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒത്തിരി ഇറോഷൻ നടക്കുന്ന ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇറോഷൻ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സെഡിമെന്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും കുറെ സോയിൽ കൺസർവേഷൻ പ്രാക്ടീസസ് ഉണ്ട് അല്ലെ, മെത്തേഡ്സ് ലൈക്ക് എന്താ കൺട്രോൾ ബൺസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ചെറിയ എംബാങ്ക്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഫോറസ്റ്റേഷൻ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ, ഓവർ ഗ്രേസിംഗ് തടയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അത് കാരണം സെഡിമെന്റ് ഡിപ്പോസിറ്റ് കുറയ്ക്കാനും സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റേഷൻ കവർ, നമ്മൾ അഫോറസ്റ്റേഷന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കറിയാം പ്ലാന്റ്സിന്റെ റൂട്ട്സ് ഒരുപാട് സോയിൽ പിടിച്ചു നിർത്താനായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ അത് കാരണം നമുക്ക് അതിലൂടെയും ഇറോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് റിസർവോയർ സെഡിമെന്റ് കൺട്രോൾ മെഷേഴ്സ്. ഓക്കെ.